വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജ് പിസ്സയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 2 കപ്പ്, വെള്ളം ചെറു ചൂടുവെള്ളമാണ് 1/4 കപ്പ്, ഒറിഗാനോ 1/2 ടീസ്പൂൺ, ഈസ്റ്റ് 1/2 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ഓയിൽ, മൊസറല്ല ചീസ്, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, ബോയിൽഡ് സ്വീറ്റ് കോൺ 1 കപ്പ്, പിസ്സ സോസ് ആവശ്യത്തിന്, ക്യാപ്സിക്കം ഞാൻ 4 കളർ എടുത്തിട്ടുണ്ട്. പക്ഷെ 4 കളർ വേണമെന്നില്ല, ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്, അതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എടുത്തതാണ്. റെഡ്, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ. ക്യാപ്സിക്കം ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ഒരു ചെറുത് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് ഒലീവ്സ്. ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇടാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈസ്റ്റ് നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോ തയ്യാറാക്കാം. 2 കപ്പ് മൈദയാണ് ബൗളിലുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇടാം. ഈസ്റ്റ് ഇടാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. നമുക്കിത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ചപ്പാത്തിയുടെ ഡോ പോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഡോ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ അല്പം ഓയിൽ ഒഴിക്കാം. ഇനി നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മൂടി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നമ്മളുടെ ഡോ ഇരട്ടിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റുമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഡോ ഒരു 10 മിനിറ്റും കൂടെ മൂടി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഈ ഡോ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഡോ, കണ്ടോ? ഇനി നമുക്കിത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലെ അല്പം മൈദ ഇടാം. ഇനി നമുക്കിത് കൈകൊണ്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് നിങ്ങൾക്ക് പിസ്സ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ചാൽ മതി. ഞാനിവിടെ ഇപ്പോൾ കേക്ക് മൗൾഡിനകത്താണ് വെക്കുന്നത്. നമുക്കിത് കേക്ക് മൗൾഡിലേക്ക് വെക്കാം. ഇനി ഇത് സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് കൊണ്ട് ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിസ്സ സോസ് തേക്കാം. ഇത് ഹോം മെയ്ഡ് പിസ്സ സോസ് ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ ചിക്കൻ പിസ്സ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. നമുക്ക് പിസ്സ സോസ് ഇതിലേക്ക് തേക്കാം. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് ഇടാം.
ഇതിനു മീതെ ബോയിൽഡ് സ്വീറ്റ് കോൺ ഇടാം. ഇനി നമുക്ക് ബെൽ പെപ്പേഴ്സ് ഇടാം. ആദ്യം റെഡ് വെക്കാം. ഇനി ഗ്രീൻ വെക്കാം. ഇനി ഓറഞ്ച് വെക്കാം. എല്ലാ കളറും വേണം എന്നില്ല കേട്ടോ. ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെക്കണമെന്നാണ്. നിങ്ങളുടെ കയ്യിലുള്ള ബെൽ പെപ്പേഴ്സ് എടുത്താൽ മതി. ഇനി നമുക്ക് യെല്ലോ വയ്ക്കാം. ഇനി ഇതിനു മീതെ ഓണിയൻ വയ്ക്കാം. ഇനി ഇതിനു മീതെ ബ്ലാക്ക് ഒലിവ്സ് വയ്ക്കാം. ഇനി ഇതിനു മീതെ അല്പം മൊസറല്ല ചീസ് ഇടാം. ഇനി ഇതിനു മീതെ അല്പം ചില്ലി ഫ്ലേക്സ് ഇടാം. ഇനി അല്പം ഒറിഗാനോയും ഇടാം. ഇനി നമുക്ക് ഈ പിസ്സ ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഒരു കടായിൽ വെച്ചിട്ടാണ്. നമുക്ക് കടായിലേക്ക് ഉപ്പിടാം. ഈ ഉപ്പ് ഞാൻ നേരത്തെ പിസ്സ ഉണ്ടാക്കിയപ്പോൾ ഉപയോഗിച്ച ഉപ്പാണ്. അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും എടുത്തു വെച്ചാൽ ഇനിയും പിസ്സ ഉണ്ടാക്കുമ്പോൾ ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് നമുക്കൊരു റിങ് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് 10 മിനിറ്റ് അടച്ചു വെച്ച് പ്രീഹീറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് പിസ്സ അതിലേക്ക് ഇറക്കി വെക്കാം. വളരെ സൂക്ഷിച്ച് ഇറക്കി വെക്കണം. കൈ പൊള്ളാതെ നല്ല ഹീറ്റായിരിക്കുവാണ്. ഇനി ഈ പിസ്സയുടെ ചുറ്റും അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നന്നായി മുരിഞ്ഞ് കിട്ടുന്നതിനാണ് നമ്മളിങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യാം. പിസ്സയിൽ ഇട്ടിരിക്കുന്ന ചീസ് കംപ്ലീറ്റ് മെൽറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ പിസ്സ പുറത്തേക്ക് എടുക്കാവൂ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചീസെല്ലാം നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ വെജ് പിസ്സ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളിൽ ഒത്തിരി പേർ ഇത് കാണുന്നുണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് വളരെ നന്ദി. ഇനിയും പല റെസിപ്പിയുമായി ഞാൻ വരും. അതുവരെ താങ്ക് യു.